ചേലക്കര മേപ്പാടത്ത് ധൻ ഫൗണ്ടേഷന്റെയും ഇൻഡസ് ബാങ്കിന്റെയും നേതൃത്വത്തിൽ മുട്ടക്കോഴികളും കോഴിക്കോടും വിതരണം ചെയ്തു. ചേലക്കര മേപ്പാടത്ത് ധൻ ഫൗണ്ടേഷന്റെയും ഇൻഡസ് ബാങ്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രദേശവാസികൾക്ക് മുട്ടക്കോഴികളും കോഴിക്കോടുകളും വിതരണം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ധൻ ഫൗണ്ടേഷൻ കേരള റീജിയണൽ കോർഡിനേറ്റർ വിഷ്ണു വി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹരിദാസ് ടി സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബീന ടീച്ചർ, പൊന്നുമണി, രാംകുമാർ, ബിനു എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. കുടിക്കാൻ വേണ്ടിയുള്ള വെള്ളം, നിത്യോപയോഗത്തിന് വേണ്ടിയുള്ള വെള്ളം നാട്ടിൽ വരും കാലഘട്ടത്തിലും ഉണ്ടാക്കാനുള്ള ഭാഗമായിട്ട് ഞങ്ങൾ ജലസംഭരണം എന്നുള്ളൊരു പ്രൊജക്ട് വരും വർഷങ്ങളിൽ ആ പ്രൊജക്ട് മാറാം. കൂടുതൽ കാർഷികത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. നമ്മൾ അടുത്ത കൊല്ലം വരെ ചെയ്തിരുന്ന പ്രൊജക്ട് ജലസംഭരണികളാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സുവെച്ച് നിങ്ങളുടെ നാട്ടിലുള്ള പൊതുജലാശയങ്ങൾ, പൊതുക്കിണറുകൾ, പൊതുക്കനാലുകൾ, ചെക്കുഡാമുകളൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ തിരിച്ചും 10% തുകയോടെ നമ്മൾ ചെയ്തു തരുന്നതാണ്. മാർച്ച് മുമ്പായിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള എനിക്ക് പറയാനുള്ളത്. ചെറിയൊരു ദുരിതത്തിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അറിയാം, നല്ല രീതിയിലുള്ള മികച്ച സംവിധാനങ്ങളും അതുപോലെ തന്നെ മികച്ച രീതിയിൽ കൃഷി ചെയ്യാനുള്ള അറിവും എല്ലാ സാഹചര്യങ്ങളും ഇന്ന് കർഷകർക്കുണ്ട്. എങ്കിലും വന്യജീവി പോലെയുള്ള മൃഗങ്ങളുടെ ശല്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജലത്തിന്റെ ദൗർലഭ്യതയൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് സാധാരണക്കാരായിട്ട് ഒരുപാട് കൃഷിക്കാർ വളരെ ദുരിതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇന്നുണ്ട്. നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്ക് നമ്മളറിയാം, നമ്മുടെ പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും വിവിധങ്ങളായ പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം നടപ്പിലാക്കാൻ സാങ്കേതികമായിട്ടുള്ള അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പലയിടങ്ങളിലേക്കും ഇനിയും അതൊന്നും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുഴുവൻ കൃഷിയിടങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ളൊരു അപര്യാപ്തതയും കൂടിയുണ്ട്. അപ്പോൾ അതങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഇത്തരം ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലുള്ള തണ്ണീർത്തടങ്ങളൊക്കെ സംരക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിലൂടെപ്പെടുത്തി അതിൽ പല പ്രവർത്തനം ചെയ്യുന്നതായിട്ട് അത് വലിയ കാര്യമാണ്. നാടിൻ്റെ ജലത്തിൻ്റെ പരിമിതി കണ്ടെത്തിക്കൊണ്ട് അതിനെ എന്താ പറയുക വരും കാലങ്ങളിലേക്ക് അത് നമ്മുടെ തലമുറയ്ക്ക് തന്നെ കൈമാറാൻ കഴിയാവുന്ന രീതിയിലേക്ക് ജലത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടന ഞാൻ വളരെയധികം അഭിനന്ദനങ്ങൾ. ഏറ്റവും നമുക്ക് ഒരു മനുഷ്യനായ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വെള്ളത്തിന് വായുവിനെ ബാക്കിയൊക്കെ നമ്മൾ പിന്നീട് ഉണ്ടാക്കാവുന്നതാണ്. ശുദ്ധമായ വെള്ളം, ശുദ്ധമായ വായു നമ്മുടെ ഡൽഹിയിലൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ. അസോസിയേറ്റ് റഹീന നന്ദി രേഖപ്പെടുത്തിയ ചടങ്ങിൽ നിരവധി നാട്ടുകാരും ഫൗണ്ടേഷൻ അംഗങ്ങളും പങ്കെടുത്തു. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാദേശിക വികസനത്തിനുമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് വിതരണം നടന്നത്. CCV ന്യൂസ്, ചേലക്കര.